നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 4 ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ആത്മവിശ്വാസം കുറയുകയാണോ കോൺഗ്രസിനും ബി.ജെ.പിക്കും? ഈ ചോദ്യം ഇപ്പോൾ പൊതുസമൂഹം ഇവരോടൊക്കെ തന്നെ ചോദിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. കാരണം ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ, പ്രമുഖരായ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അത് തൂക്കുമന്ത്രിസഭയിലേക്ക് കേരളം പോകുന്നു എന്നാണ്. അത് ഒരു തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയം സമ്മതിക്കലാണ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ തങ്ങൾക്ക് കഴിവില്ല എന്ന് BJP നേതൃത്വമാകട്ടെ ഒറ്റയ്ക്ക് ഭരിക്കാൻ തങ്ങൾക്ക് കഴിവില്ല എന്ന് BJP നേതൃത്വമാകട്ടെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരിക്കുകയാണ്. നമുക്കൊരു തൂക്കുമന്ത്രിസഭ വന്നാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു തൂക്കുമന്ത്രിസഭ വന്നാൽ എത്ര സർക്കാർ പദ്ധതികൾ ഇവിടെ നേരെ ചൊവ്വേ നടത്താൻ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് സാധിക്കും? എല്ലാം അവതാളത്തിലാകില്ലേ? അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്നത് ഇടതുപക്ഷത്തിനൊരു 3-ാം ഊഴം കൊടുക്കുന്നതാണ് മെച്ചം എന്നല്ലേ? അങ്ങനെ ജനങ്ങളോട് പറയാതെ പറയുകയല്ലേ ചെയ്യുന്നത്? തൂക്കുമന്ത്രിസഭ വരും, തൂക്കുമന്ത്രിസഭയിലേക്കായിരിക്കും കേരളം പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ തൂക്കുമന്ത്രിസഭ എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു നീതിയാണോ? നിങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും സ്വന്തമായി ഭരിക്കാൻ കഴിവില്ല എന്നതും അത് തന്നെയുമല്ല, നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്കാക്കാൻ പോകുന്നു. ഞങ്ങൾ 3-4 പേർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും, അങ്ങനെ ഒരു ഭരണ സംവിധാനമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ തന്നെയല്ലേ ഇവർ പറയാതെ പറയുന്നത്? ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആർക്കും ഭരിക്കാൻ അവസരം കിട്ടാതെ പോകുമ്പോൾ അത് ജനത്തോട് ചെയ്യുന്ന അനീതി തന്നെയാണ്. ഇത്രയും ഫണ്ട് ചെലവഴിച്ച് ഖജനാവ് കാലിയാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പരിണത ഫലം തൂക്കുമന്ത്രിസഭ ആണ് എന്ന് ഇപ്പോഴേ അറിയാമെങ്കിൽ ഇവരൊക്കെ ഇത്രയും കാലം ഞങ്ങൾ വരും, ഞങ്ങളായിരിക്കും തീരുമാനിക്കുക എന്നൊക്കെ ജനത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഒരു നുണപ്രചാരണമല്ലേ? എന്തായാലും തൂക്കുമന്ത്രിസഭ ആയിരിക്കും. ആര് വന്നാലും കേവല ഭൂരിപക്ഷം കിട്ടുമോ എന്നത് കണ്ടറിയണം എന്ന് ജനം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ UDF-ന്റെ ഇടയിൽ ധാരാളം പൊട്ടിത്തെറികളുണ്ട്. അത് കാണുമ്പോൾ LDF-ന് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ഒരു ചാൻസ് കൊടുക്കലല്ലേ എന്ന തരത്തിലും രാഷ്ട്രീയ വിശകലനങ്ങൾ നടക്കുകയാണ്. തൂക്കുമന്ത്രിസഭ വന്നാൽ എല്ലാം പാളിപ്പോകും. 3 അഭിപ്രായങ്ങളാകും ഒരു വിഷയത്തിൽ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ പിന്നെ ജനം മാറി ചിന്തിക്കുന്നതാകും നല്ലത്. അഴിമതിയും പിടിച്ചുപറിയും സ്വജനപക്ഷപാതവും ഒക്കെ ഉണ്ട് എങ്കിലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഇടതുപക്ഷം തന്നെ 3-ാമതും ഭരിച്ചോട്ടെ എന്നവർ ചിന്തിച്ചോട്ടെ. നാണമില്ലേ എന്നാണ് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്. അവസാന നിമിഷം വരെ നിങ്ങളുടെയൊക്കെ വാക്ക് വിശ്വസിച്ച് വോട്ടിടാൻ പോകാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കൊഞ്ഞനം കാട്ടി നീയൊക്കെ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇവിടെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം വരില്ല, തൂക്കുമന്ത്രിസഭയെ വരികയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നത് എങ്ങനെ ശരിയാകും? കേരളം ആര് ഭരിക്കണമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞവരാണ് ഇപ്പോൾ തൂക്കുമന്ത്രിസഭ എന്ന പരാമർശം ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് LDF നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് LDF-ന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്രിസ്ത്യൻ സമുദായം തിരിച്ച് UDF-ലേക്ക് പോയത് LDF-ന്റെ സാധ്യതകൾ കുറയ്ക്കുന്ന മറ്റൊരു ഘടകമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കാറ്റ് UDF-ന് അനുകൂലം തന്നെയാണ്. ഈഴവ സമുദായത്തിലെ നല്ല ശതമാനം BJP-യിൽ പോയതും LDF-നെ ബാധിക്കും. ഇത്തവണ BJP പലയിടങ്ങളിലും ഇമ്പാക്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ച് വോട്ടുകൾ കിട്ടും, പക്ഷേ LDF-ന്റെ വോട്ടുകളാകും BJP പിടിക്കുക എന്ന സംസാരവുമുണ്ട്. കണ്ണൂർ, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇടതു പാർട്ടി പ്രേരണകൾ നേരിടുകയാണ്. ഇത് തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പ്. എന്തായാലും കുറച്ച് വോട്ട് BJP പിടിക്കും എന്ന പ്രതീക്ഷ മാത്രമേ അവർക്കും ഉള്ളൂ. ഞങ്ങൾക്ക് ഭരണം കിട്ടുമെന്ന് അവർ ആരും ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. കഴിഞ്ഞ 2 തവണ ഭരിച്ചതുകൊണ്ട് ഒരു ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസ് വന്നേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിനൊരു അവസരം കൂടി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് ഭരിച്ചു മുടിക്കാൻ ഇനി കേരളം ആർക്കും അവസരം കൊടുക്കില്ല എന്നത് നേതാക്കന്മാർക്കും ഏറെക്കുറെ മനസ്സിലായി എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. കേരളം പോലെ ഒരു സംസ്ഥാനം ഭരിച്ചു മുന്നേറാൻ ചങ്കൂറ്റമുള്ള ഒരു പാർട്ടി ഇതുവരെ LDF എന്ന് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ, കാരണം കഴിഞ്ഞ സർക്കാരുകൾ കാണിച്ചു കൂട്ടിയ ഓരോ പ്രശ്നങ്ങൾ, അതിപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ള ഭരണം നമ്മുടെ മുന്നിൽ എക്സാമ്പിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും മുഴുവനായും കോൺഗ്രസിന് കൊടുക്കാൻ ജനങ്ങൾ മുതിരുമോ എന്നത് നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾക്ക് നേതാക്കന്മാരിൽ ഉള്ള വിശ്വാസം, അതുപോലെ തന്നെ ഇടതിനോടുള്ള ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ ഈ ഒരു മാറ്റത്തിന്, ഒരു ട്രെൻഡ് മാറി വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ട്രെൻഡ് മാറി കോൺഗ്രസ് വന്നാലും BJP വരാൻ പോകുന്നില്ല. BJPക്ക് ഫുള്ളായിട്ട് ഭരിക്കാനുള്ളത് കിട്ടുന്നില്ല. അവർക്ക് കുറച്ച് വോട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് വോട്ടുകൾ അവർക്ക് പിടിക്കാൻ സാധിക്കും. അത്ര നല്ലൊരു പ്രവർത്തനം കേരളത്തിൽ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഒരു നിയമസഭയുടെ ഒരു മുൻതൂക്കം, അതായത് ഒരു ഭരണത്തിലേക്ക് എത്താനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇനി കോൺഗ്രസിന് മറ്റൊരു അവസരം കൊടുക്കാമെന്ന് കേരളത്തിലെ ജനവിഭാഗം ചിന്തിച്ച് കോൺഗ്രസ് വന്നാൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കോൺഗ്രസിന് മുന്നോട്ട് പോകേണ്ടി വരും. ഇനി LDF-നും പകുതി പോയി, കോൺഗ്രസിനും പകുതി പോയി, ആർക്കും പൂർണ്ണമായിട്ട്
ഒരു ഭൂരിപക്ഷം ഒരു സർക്കാർ ഉണ്ടാക്കാൻ കിട്ടിയില്ല എന്നുണ്ട് എങ്കിൽ തൂക്കുമന്ത്രിസഭയിലൂടെ ഒരു തൂക്ക് ജീവിതം തന്നെയായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇനിയും ചിന്തിക്കാൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 4 ദിവസം ബാക്കിയാണ്. ഇനി ഒരു അടിക്കുറിപ്പ് പറഞ്ഞോട്ടെ, നമ്മുടെ പഴയ ആൾക്കാർ പറയുന്നത് പോലെ ആരൊക്കെ വന്നാലും ആരൊക്കെ ഭരിച്ചാലും നമ്മളൊക്കെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.